എറണാകുളം കുന്നത്ത് നാട്ടിലെ അനധികൃത നായ് വളർത്തൽ കേന്ദ്രത്തിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ട്. നായകളെ കോലഞ്ചേരി ABC കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് PV ശ്രീനിജൻ MLA പറയുന്നു. അമൽ സുരേന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അമൽ, ഗുഡ് മോർണിംഗ്. അമൽ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഏതായാലും ഇന്നും കുന്നത്തുനാട് വെമ്പളി പ്രദേശത്ത് ഈ അനധികൃതമായിട്ടുള്ള തെരുവുനായ വളർത്തൽ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് മൃഗസ്നേഹത്തിന്റെ പേരിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ 2 നില കെട്ടിടമാണ്. ഒരു ആൾതാമസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത് താമസിക്കുവാൻ എന്ന വ്യാജേന വാടകയ്ക്കെടുത്ത ഈ 2 നില കെട്ടിടത്തിലാണ് ഇപ്പോൾ നായ്ക്കളെ ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കെട്ടിടത്തിന്റെ അടുത്ത് തന്നെയായിട്ട് നായ്ക്കളെ വളർത്തുവാനുള്ള ഒരു കൂടുണ്ട്. പക്ഷെ ഈ കൂട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ കൂട്ടിലല്ല, ഈ വീടിന്റെ അകത്ത്, മനുഷ്യർക്ക് താമസിക്കുവാനുള്ള ഈ വീടിന്റെ അകത്താണ് നായ്ക്കളെ വളർത്തുന്നത്. 1ഉം 2ഉമല്ല, 40ഓളം നായ്ക്കളാണ്. ഇതിന് ചുറ്റിനും താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നായ്ക്കളുടെ കുരയും അവയുടെ വിസർജ്യത്തിന്റെ മണവും എല്ലാം അസഹനീയമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഈ വീട് വാടകയ്ക്കെടുത്തത് വീണ ജനാർദ്ദനൻ എന്ന മൃഗസ്നേഹിയാണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ നാട്ടുകാരോട് അങ്ങേയറ്റം രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇവർ ജനപ്രതിനിധികൾക്കും മറ്റും പരാതികൾ സമർപ്പിച്ചത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഇത്ര രൂക്ഷമായി തീർന്നത്? ഇതൊരു 1.5 മാസമായി ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ അയൽവക്കക്കാർ കൂടി ഈ പട്ടിയുടെ മണവും ഇതെല്ലാം വന്നുകൊണ്ട് ഇവരോട് നേരിട്ട് പറഞ്ഞു. അപ്പോൾ നേരിട്ട് പറഞ്ഞപ്പോൾ ആ 2 വ്യക്തികൾക്കും ഇവിടെ പേരിൽ ഇവർ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ അതിക്രമിച്ച് കയറി പട്ടികളെ ഉപദ്രവിച്ചു, വീടിൻ്റെ ജനാല പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് വിഷമങ്ങളും ഉണ്ടായി. തൊട്ടടുത്ത് താമസിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു അവസ്ഥയാണ്. ഞങ്ങൾ കുറച്ചുകൂടി മാറിയുള്ളവർക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ മണം ഭയങ്കരമായിട്ടാണ് വന്നത്. അപ്പോൾ അവർക്കും അതിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ആദ്യം ഏതായാലും ഇന്നലെയാണ് ഈ ഒരു പ്രതിഷേധം അങ്ങേയറ്റം ശക്തമാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് കുന്നത്തുനാട് MLA ശ്രീനിജൻ അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ വീടിന്റെ മതില് തകർത്ത് ഈ വീടിനകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ വിഷയം ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം വന്നാൽ ഈ നായ്ക്കളെ എല്ലാം ഇവിടെ നിന്ന് മാറ്റി കോലഞ്ചേരിയിലെ ABC കേന്ദ്രത്തിലേക്ക് മാറ്റുവാനുള്ള നടപടികളാവും ഉണ്ടാവുക എന്നാണ് നമുക്ക് ഏതായാലും മനസ്സിലാവുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു നായ വളർത്തൽ കേന്ദ്രത്തിന്റെ മൃഗസ്നേഹിയായിട്ടുള്ള ഈ നായകളെ ഇവിടെ വാടകയ്ക്കെടുത്ത്, ഈ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ നായകളെ വളർത്തുന്ന വീണ ജനാർദ്ദനൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ വീണ ജനാർദ്ദനൻ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള എഗ്രിമെന്റുകളുണ്ട്. ഈ എഗ്രിമെന്റുകളുടെ ഭാഗമായി മാത്രമാണ് ഇവിടെ നായ്ക്കളെ വളർത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണ് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതിഷേധത്തിന് എന്തെങ്കിലും കാരണം? പ്രതിഷേധത്തിന് ഇവിടെ ഈ 2 പേർക്ക് ഉള്ള പ്രശ്നമാണ്. സിജോയ്ക്കും പ്രവീണെന്നും പേരുള്ളവരിതല്ല, അത് ഈഗോ പ്രശ്നമാണ്. കാര്യം ഇവിടെ നിൽക്കുന്ന ആകെ ഇവിടെ ഇത്രയും വീട്ടുകാരേ ഉള്ളൂ. ഇത് 5-6 കിലോമീറ്റർ മനഃപൂർവ്വം. കാര്യം പൊതുവെ ഒരു സ്വഭാവമാണോ മലയാളികളുടേത്? 85% മലയാളം എല്ലാവരെയും പറയുന്നില്ല. ഈ 2 നില കെട്ടിടമൊക്കെ താമസത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് വാടകയ്ക്കെടുത്ത് ഒരു മിനിറ്റ്, ഈ വാടകയ്ക്കുള്ളിൽ ഈ വീടിനുള്ളിൽ ഈ നായ്ക്കളെ ഇട്ട് വളർത്തുന്ന, അപ്പൊ ഈ വീട്ട് ഉടമസ്ഥനും ഇതിന്റെ പ്രശ്നമുണ്ട്. വീട്ടുടമസ്ഥന് വീടിന്റെ അകത്തായിട്ട് കയറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു പരാതിയുണ്ട്. നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടുടമസ്ഥൻ എവിടെയെങ്കിലും കയറുമോ? നമ്മൾ വാടകയ്ക്ക് എടുത്ത വീട്ടിൽ പിന്നെ വീട്ടുടമസ്ഥന് കാര്യമില്ലല്ലോ, അവർക്ക് പിന്നെ കയറേണ്ട ആവശ്യമില്ല. ഞാൻ അവരുടെ അടുത്ത് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ട് നമ്മൾ എഗ്രിമെന്റിലുണ്ട്, പട്ടികളെ വളർത്തി റെസ്ക്യൂ ചെയ്യുന്ന ആളാണെന്ന്. ഇവിടെ വന്ന് പ്രത്യേകം പുള്ളിയെ വന്ന് കണ്ടിട്ട് സംസാരിച്ച്, ഞാനും ബ്രോക്കറും ഉണ്ടായിരുന്നു, ഞാൻ പുള്ളിയുടെ അടുത്തും കാര്യം പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ പക്കയായിട്ട് പറഞ്ഞിട്ടാണ് വീടെടുത്തത്. സുപ്രീം കോടതി നിയമത്തിനെതിരായിട്ട് ഒരു കാര്യവും ആ റൂൾ പ്രകാരം മാത്രമാണ് കാര്യങ്ങൾ പോകുന്നത്. ആ നിയമം പറയുന്നത് പോലാണ് കാര്യങ്ങൾ ഞാനിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിയമത്തിനനുസൃതമായിട്ടാണ് തന്റെ മൃഗസ്നേഹവും തെരുവുനായ്ക്കളെ പരിപാലനവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് വീണ ജനാർദ്ദനൻ പറയുന്നത്. അപ്പോഴും നാട്ടുകാർ ഉയർത്തുന്ന പ്രതിഷേധം നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. SKN.